ഇന്ന് ധ്യാനിക്കുവാനായിട്ട്, ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വേദനകളുണ്ട്. ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ദിനംപ്രതി മനുഷ്യരായിട്ടുള്ള എല്ലാവരും. പലപ്പോഴും നമ്മുടെ ചിന്തയിലും ഉണ്ടായിരിക്കുന്നതും അപ്രകാരമാണ്. എന്താണ് നമ്മുടെ അസാധ്യമായിട്ടുള്ള ഇതൊന്നും സാധ്യമാക്കുവാനായിട്ട് സാധ്യമാകില്ല എന്നുള്ളൊരു ചിന്ത പല മനുഷ്യരിലും ഉണ്ട്. നിങ്ങളിലേക്ക് ഞാനൊരു ബൈബിളിലെ ഒരു ചെറിയൊരു ഉപമ അല്ലെങ്കിൽ ഒരു കഥ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഒരു രക്തസ്രാവക്കാരി സ്ത്രീയുണ്ട്. 37 വർഷത്തോളം രക്തസ്രാവം വന്ന് വളരെയധികം ഭാരത്തിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയുണ്ട്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് യേശുനാഥനെ ഒന്ന് കാണണം. അപ്പോൾ അവൾ യേശുനാഥനെ കാണുവാനായിട്ട് കടന്നു വന്നപ്പോൾ അവിടെ വലിയ ജനക്കൂട്ടം. അതിൻ്റെ ഇടയിൽ കൂടെ യേശുവിനെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. എങ്കിലും ആ തിക്കിലും തിരക്കിലും പെട്ട് അവൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ യേശുവിൻ്റെ അടുക്കൽ എത്തുന്നുണ്ട്. പക്ഷേ യേശുവിന് അവളെ കാണുവാനായിട്ടോ അല്ലെങ്കിൽ അവൾക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയുവാനോ ഒരു ഭാരമുണ്ടായിരുന്നു. എന്നാൽ അവൾ ആ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ആ വിടുമ്പലൊന്ന് തൊടുന്നുണ്ട്. അത്രയും ജനക്കൂട്ടം നിൽക്കുമ്പോഴും അവൾ ആ വസ്ത്രത്തിൻ്റെ വിടുമ്പലൊന്ന് തൊടുന്നുണ്ട്. കാരണം അവൾക്ക് അത്രമാത്രം വിശ്വാസമായിരുന്നു, അവനെ ഒന്ന് സ്പർശിച്ചാൽ മതി, അവളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം ലഭിക്കും, അല്ലെങ്കിൽ ഒരു സൗഖ്യം ലഭിക്കും. അസാധ്യമെന്ന് കരുതിയ ഒരു രോഗം, ഞാനതാണ് പറഞ്ഞു വരുന്നത് അല്ലേ? പല രോഗികളും പല വൈദ്യന്മാരുടെ അടുക്കൽ കടന്നു ചെല്ലാറുണ്ട്. ഇവളും എന്താണ് വൈദ്യന്മാരുടെ അടുക്കലൊക്കെ പോയിട്ടുണ്ടല്ലേ? 37 വർഷം എന്ന് പറയുന്നത് ചെറിയ ഒരു വർഷമല്ല. അവൾ പല വൈദ്യന്മാരെ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ അവർക്കൊന്നും സൗഖ്യമാക്കാൻ സാധിക്കാത്ത ആ രോഗത്തെ എൻ്റെ യേശുനാഥൻ്റെ വസ്ത്രത്തിൻ്റെ വിടുമ്പിലൊന്ന് തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം പ്രാപിച്ചു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാകാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം, അസാധ്യമെന്ന് കാണുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് വന്ന് പറയുന്നത് വളരെ ലേറ്റായിട്ടായിരിക്കും അല്ലേ? നമുക്കറിയാവുന്ന എല്ലാവരുടെ അടുത്തും നമ്മൾ പറയും നമ്മുടെ പ്രശ്നങ്ങൾ. പക്ഷേ ദൈവസന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് പറയുവാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഈ സമയം എന്താണ്? അതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യം തന്നെ ഞാൻ കടന്നു ചെന്നുകൊണ്ട് ആ ദൈവത്തിനോട് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ദൈവം എന്നെ ഒന്ന് ശോധന ചെയ്യും. നിനക്ക് ഇത് അർഹതപ്പെട്ടതാണെങ്കിൽ അത് തരുന്ന ദൈവമാണ്. അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും എന്ത് പ്രശ്നങ്ങളുടെ നടുവിലും ആദ്യം നീ കടന്നു ചെല്ലേണ്ടത്, നിന്റെ ചിന്തയിലേക്ക് കടന്നു വരേണ്ട മുഖം എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ മുഖമായിരിക്കണം, ആ ദൈവ സാന്നിധ്യത്തിൻ്റെ മുഖമായിരിക്കണം, ആ ദൈവ അനുഭവത്തിൻ്റെ മുഖമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിലും ഇന്ന് നമ്മൾ ചിന്തിച്ചോ അസാധ്യമായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അതിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നീ ദൈവസന്നിധിയിൽ ഒന്ന് കടന്നു ചെന്നോ, ആ ദൈവ അനുഭവത്തിലൊന്ന് ചേർന്നിരുന്നോ, തീർച്ചയായിട്ടും ഒരു വിടുതൽ ലഭിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്.